വൈറ്റമിൻസിൻ്റെ പേരുകൾ പഠിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് സെഷനിലൂടെ വെറും 10 മിനിറ്റും കൊണ്ട് ഈ പേരുകളെല്ലാം നിങ്ങളെ ബൈഹാർട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു കഥയിലൂടെയാണ് നമ്മൾ ഈ പേരുകളൊക്കെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥയുടെ 3 മെയിൻ ക്യാരക്ടേഴ്സാണ് നമ്മുടെ പാൻഡോ, നിയ, സയന. സയനയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. സയന പാൻഡോ ആൻഡ് നിയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ബർത്ത്ഡേ അല്ലേ വരുന്നത്, ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ പാൻഡോയും നിയയും തീരുമാനിച്ചു. സയന ഒരു ഫുഡി ആയതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചു സയനയ്ക്ക് ഇഷ്ടപ്പെട്ട 2 വിഭവങ്ങൾ തയ്യാറാക്കാമെന്ന്. അങ്ങനെ തായ് റിബ് കറി നിയ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പാൻഡോ ഒരു പയറ് കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വലിയ കോമ്പിനേഷൻ ശരിയാവുന്നില്ല അല്ലേ? പക്ഷെ കഥയിൽ ചോദ്യമില്ല, നമുക്ക് പഠിച്ചെടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? നിയ നമ്മുടെ തായ് റിബ് കറി ഉണ്ടാക്കി. തായ് റിബ് കറി നിയ ഉണ്ടാക്കി. പാൻഡോ പയറ് കറി ഉണ്ടാക്കി അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായ സയനയ്ക്ക് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന 8 വൈറ്റമിൻസിൻ്റെ പേരാണ് പഠിച്ചെടുത്തത്. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? തായ് റിബ് കറി നിയ ഉണ്ടാക്കി, പാൻഡോ പയറ് കറി ഉണ്ടാക്കി അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായ സയനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലുണ്ട് നമ്മുടെ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന 8 വൈറ്റമിൻസിൻ്റെ പേര്. എങ്ങനെയാണെന്നല്ലേ? നമുക്ക് നോക്കാം. തായ് എന്ന് പറയുന്നത് തൈമിനിൻ്റെ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, തൈമിനിൽ നിന്ന് നമ്മൾ തായ് എടുത്തു. റൈബോഫ്ലേവിനിൽ നിന്ന് റിബ് എടുത്തു. നിയ എന്ന് പറയുന്നത് നിയാസിൻ ആണ്. പാൻഡോഥെനിക് ആസിഡ് ആണ്. പയറ് പീരിഡോക്സിൻ ആണ്. ബി എന്ന് പറയുന്നത് ബയോട്ടിനും എഫ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡും. ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്? സയനയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? സയനോകോബലാമിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന 8 വൈറ്റമിൻസ്. ഒന്നും കൂടി നോക്കിയാലോ നമുക്ക്. അപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ അകത്ത് എത്ര വൈറ്റമിൻസ് ഉണ്ട് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതും പലരും തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുക? വൈറ്റമിൻ ബി എന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇതാണ് ബി. ഈ ബി തന്നെ നമ്മൾ ഇത്തിരി ഒന്ന് ഉരുട്ടി എഴുതിയാലോ അത് 8ആയി മാറും അല്ലേ? അപ്പോൾ വൈറ്റമിൻ ബിയിൽ നിന്ന് ഓർക്കുക 8 ഫോം ചെയ്യാം. അപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ അകത്ത് എത്ര വൈറ്റമിൻസ് ഉണ്ട്? 8 വൈറ്റമിൻസ് ഉണ്ട്. ഇനി ഈ വൈറ്റമിൻസ് എല്ലാം കണ്ടിന്യൂസ് ആണോ? B1, B2, B3, B4, B5 എന്ന് പറഞ്ഞിട്ട് അല്ല. ഇതിൻ്റെ ഇടയിൽ ചില ഗ്യാപ്പുകളുണ്ട്. B1, B2, B3, B4 ഇല്ല. 5, 6, 7, 8 ഇല്ല. 9 കഴിഞ്ഞാൽ 10ഉം 11ഉം ഇല്ല. പിന്നെ നേരെ വരുന്നത് 12 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇല്ലാത്തത്? 4 ഇല്ല. 4ൻ്റെ ഡബിൾ ആയ 8 ഇല്ല. 10 ഇല്ല. 11 ഇല്ല. ഏതൊക്കെയാണ് ഇല്ലാത്തത്? ഒന്നും കൂടി പറയൂ. 4 ഇല്ല. 4ൻ്റെ ഡബിൾ ആയ 8 ഇല്ല. പിന്നെ വരുന്ന 10ഉം 11ഉം വരുന്നില്ല. ഓക്കെ, ബാക്കിയെല്ലാം വൈറ്റമിൻസും ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? തായ് റിബ് നിയ ഉണ്ടാക്കി, പാൻഡോ പയറുണ്ടാക്കി, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ BF സൈനയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം, പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ B1 ഫസ്റ്റ് തായ് ആയിരുന്നു. B1 തൈമിൻ. B2 എന്താണ്? റിബ് വെച്ചിട്ട് റൈബോഫ്ലേവിൻ. ആരാണ് ഉണ്ടാക്കിയത് തായ് റിബ്? നിയ അല്ലേ? നിയാസിൻ. B3 ആണ് നിയാസിൻ. B4 ഉണ്ടോ? ഇല്ല. B5 ആണ് അടുത്തത് വരുന്നത്. അടുത്തത് നമ്മൾ ആളുടെ പേരാണ് കേട്ടോ ആദ്യം പറഞ്ഞത്. പാൻഡോ പയറുണ്ടാക്കി. അപ്പോൾ പാൻഡോ എന്താണ്? പാൻഡോഥെനിക് ആസിഡ്. B5 പാൻഡോഥെനിക് ആസിഡ്. B6 പീരിഡോക്സിൻ. B7 എന്താണ്? ബെസ്റ്റ് ഫ്രണ്ട് സയന. ഇതാണ് ഞാൻ അടുത്തത് അല്ലേ? BF സയന. B എന്താണ്? ബയോട്ടിൻ. 7 ബയോട്ടിൻ ആണ്. 8 വൈറ്റമിൻ ഉണ്ടോ? ഇല്ല, 8 ഇല്ല. 9 ഉണ്ട്. 9 ആണ് നമ്മുടെ ഫോളിക് ആസിഡ്. F വെച്ച് ഫോളിക് ആസിഡ്. 10ഉം 11ഉം ഇല്ല. 12 ആണ് സയന അല്ലേ? സയനോകോബലാമിൻ. ഇത്രയേ ഉള്ളൂ. സംഭവം എളുപ്പമായില്ലേ? കഴിഞ്ഞോ നമ്മുടെ വൈറ്റമിൻസ്? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് നമുക്ക് കുറച്ച് വൈറ്റമിൻസ്. ഇത് ബി കോംപ്ലക്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഏതൊക്കെയാണ് വൈറ്റമിൻസ് ഉള്ളത്? വൈറ്റമിൻ എ ഉണ്ട്. C, D, E, K അല്ലേ? ബി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വൈറ്റമിൻ A, C, D, E, K ഇതിനെയും കൂടി നമുക്ക് കെമിക്കൽ നെയിംസ് പഠിക്കാനുണ്ട്. ഇതിനും ഒരു ട്രിക്ക് ഉണ്ട്. എന്താണത്? RAC ടോപ്പ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ അവസാന നിമിഷമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ RAC ടിക്കറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആ RAC ഓർക്കുക. ആ RAC ടിക്കറ്റുമായി നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ടോപ്പ് ബർത്തിൽ കയറി കിടന്നു എന്ന് ഓർക്കുക. RAC ടിക്കറ്റുമായി ടോപ്പ് ബർത്തിൽ കിടന്നു. അപ്പോൾ RAC ടോപ്പ്. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള വൈറ്റമിൻസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ B ഇതിൻ്റെ അകത്ത് വരുന്നില്ല കേട്ടോ. ബാക്കിയുള്ളതെല്ലാം A, C, D, E, K ഈ 5 വൈറ്റമിൻസിൻ്റെ പേര് പഠിക്കാനുള്ള ഒരു ക്ലൂ ആണിത്. അപ്പോൾ R എന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ റെറ്റിനോൾ.
വൈറ്റമിൻ സിന്റെ പേരാണ് ആസ്കോർബിക് ആസിഡ്. അപ്പോൾ അതിൻ്റെയാണ് നമ്മുടെ ഈ എ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, സി വെച്ചുള്ള കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ, അതിൻ്റെയാണ് ഈ ടിയും ഒയും ഒരുമിച്ച്. ആൻഡ് വൈറ്റമിൻ കെ ആണ് ഫില്ലോക്വിനോൺ. അപ്പോൾ RAC ടോപ്പ് വെച്ച് ഓർക്കുക. നമ്മൾ വൈറ്റമിൻ എ സി ഡി ഇ കെ ആണ് പറയുന്നത്. ബി കോംപ്ലക്സ് നമ്മൾ വേറെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു? വൈറ്റമിൻ എന്റെ പേരാണ് റെറ്റിനോള്, വൈറ്റമിൻ സി ആസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ, വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. ഇതാണ് നമ്മുടെ പേരുകൾ. ഇനിയിപ്പോൾ ഇതിങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. വൈറ്റമിൻ എ നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമായി വേണ്ട വൈറ്റമിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് കണ്ണിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്, ക്യാമറ എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ റെറ്റിന. അപ്പോൾ റെറ്റിനയിൽ നിന്ന് റെറ്റിനോൾ ഓർക്കുക. വൈറ്റമിൻ എ കണ്ണുകൾക്ക് വേണം, കണ്ണിൻ്റെ പാർട്ട് റെറ്റിന, അതിൽ നിന്ന് റെറ്റിനോൾ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ റെറ്റിനോൾ. വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാം എസിഡിക് ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ആസ്കോർബിക് ആസിഡ് ആണ്, എസിഡിക് ആണ്. വൈറ്റമിൻ ഡി നമ്മുടെ ബോൺസിന് ആവശ്യമായി വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ബോൺസിന് നമുക്ക് കാൽഷ്യം വേണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽഷ്യവും കൂടി നമുക്ക് കണക്ട് ചെയ്യാം, കാൽസിഫെറോൾ. അടുത്തത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ കാൽസിഫെറോളോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ. കാൽസിഫെറോളും ടോക്കോഫെറോളും അടുത്തടുത്ത് വരുന്നതാണ് കാൽസിഫെറോളും ടോക്കോഫെറോളും. ആൻഡ് വൈറ്റമിൻ കെ ആണ് ഫില്ലോക്വിനോൺ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റമിൻസ്. എന്ത് എളുപ്പമാണ് അല്ലേ? ഈ ഒരു ക്ലൂ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല കേട്ടോ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ എളുപ്പത്തിൽ ഈ വൈറ്റമിൻസിൻ്റെ പേര് പഠിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.